നമുക്കിന്ന് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാം. ഗ്ലോബൽ ഗാർഡൻ മുഖേന എങ്ങനെയാണ് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അതായത് ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. ഗ്ലോബൽ ഗാർഡൻ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ടിക്കറ്റിന് ചിലവാക്കുന്ന പൈസ കിട്ടുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നോക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. ഇതാണ് ജി പെർക്സ് ആപ്ലിക്കേഷന്റെ ഗ്ലോബൽ ഗാർഡന്റെ ഫ്രണ്ട് പേജ്. ഞാനിപ്പോൾ കമ്പ്യൂട്ടറിലാണ് കാണിക്കുന്നത്. മൊബൈലിലും ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിയും. അപ്പോൾ മെയിൻ പേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇവിടെ ബ്രാൻഡുകളെല്ലാം കാണാൻ കഴിയും. ഇതാണ് മെയിൻ പേജ്. ഇതിൽ ഗിഫ്റ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗിഫ്റ്റ് കാർഡുകൾ, അതായത് എല്ലാ ബ്രാൻഡുകളും കാണാൻ കഴിയും. ആൾഡോ, അലൻസോളി, അപ്പോളോ ഫാർമസി, ബാർബിക്യൂ, ബസ്കിൻ റോബിൻസ്, ബാറ്റ്, ഇങ്ങനെ തുടങ്ങി ആൽഫബറ്റിക് ഓർഡറിൽ ബിഗ് ബാസ്കറ്റ്, ബ്ലിങ്കിറ്റ്, മൈസോ. അപ്പൊ ഇങ്ങനെ എല്ലാ ബ്രാൻഡുകളിലും കാണിക്കും. ആവശ്യമുള്ള ബ്രാൻഡ് ഇതുപോലെ ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വൗച്ചർ എടുക്കാനുള്ള ഓപ്ഷൻ, അവിടെ 100 രൂപ, 100 രൂപ ഇങ്ങനെ തുടങ്ങി പല രീതിയിലുള്ള വൗച്ചർ ഉണ്ട്. ഞാനിപ്പോൾ 1000 രൂപ 1000 ക്ലിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്യാഷ് ബാക്ക് ഒക്കെ സൈഡിൽ ഉണ്ട്. 6 രീതിയിലുള്ള ക്യാഷ് ബാക്ക് ഉണ്ട്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ പ്രൊസീഡ് ചെക്കൗട്ട്. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്തു. ഇവിടെ നമ്മുടെ ഡിഫാൾട്ട് ക്യാഷ് ബാക്ക് ഏതാണെന്ന് ഇവിടെ കാണിക്കും. ഉണ്ടെങ്കിൽ മൈ സർക്കിളാണ് ആക്കുന്നത്. വേറെ ഏതെങ്കിലും മാറ്റം. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മൈ സർക്കിൾ ആയതുകൊണ്ട് മൈ സർക്കിൾ തന്നെ വേണമെങ്കിൽ തുടരാം. കാലം പോലേക്ക് മാറ്റിയിട്ട് മൈ സർക്കിൾ, കാരണം ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് മൈ സർക്കിൾ ആയതുകൊണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കൺവീനിയൻസ് പോയിന്റ് കാണിക്കുന്നുണ്ട്. ഈ കൺവീനിയൻസ് ചാർജ് ഇപ്പം നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കൺവീനിയൻസ് ചാർജ് ഇവിടെ താഴെ കാണാം. 70 രൂപ നമുക്കിവിടെ കൺവീനിയൻസ് ചാർജ് ആയിട്ട് എടുക്കാം. ഞാനതിവിടെ ടൈപ്പ് ചെയ്യും. അപ്പോൾ 1000 രൂപയുടെ ടിക്കറ്റ് ഞാൻ എടുക്കുകയാണ്. അതിൽ 70 രൂപയുടെ കൺവീനിയൻസ് ചാർജ് ആൾറെഡി എനിക്ക് 12,900 പോയിന്റ് വന്ന് കിടപ്പുണ്ട്. കൺവീനിയൻസ് പോയിന്റ് അതിൽ 70 രൂപ ഇവിടെ കൊടുക്കും. എന്നിട്ട് റിഡീം എന്നുള്ള ഓപ്ഷൻ, പുതുതായിട്ട് വന്ന ഫീച്ചറാണ്, അത് അപ്ലൈ ചെയ്തു, അപ്ലിക്കബിൾ ആയി. അപ്പം 1000 രൂപയുടെ ടിക്കറ്റ് 70 രൂപ കുറഞ്ഞു, 930 രൂപ അടച്ചാണ് പ്ലേസ് ഓർഡർ കൊടുക്കും. പ്ലേസ് ഓർഡർ വിത്ത് കൺവീനിയൻസ് പോയിന്റ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ പേയ്മെന്റ് ഓപ്ഷൻ അവിടെ ആയി. നമ്മളിനി പേ ഓഫ് ഫോൺ പേ എടുത്തിട്ട് ആ പേയ്മെന്റ് സക്സസ് ആക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ്. ആപ്പ് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യുന്നു. പേര് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ പേ ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. അത് അപ്ലൈ ചെയ്തു. വെയിറ്റ് ചെയ്യുക. നമ്മളത് പേയ്മെന്റ് സക്സസ്ഫുൾ കാണിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അവിടെ എത്തി കാണിച്ചു, കൺഗ്രാജുലേഷൻ, യുവർ ഓർഡർ ഈസ് സക്സസ്ഫുൾ. അപ്പൊ ഇനി നമുക്ക് ആ ഓർഡർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വൗച്ചർ എടുക്കാൻ പറ്റും. 930 രൂപയുടെ വൗച്ചർ നമുക്ക്, 10 രൂപയുടെ വൗച്ചറാണ്. 930 രൂപയ്ക്ക് നമുക്ക് കിട്ടും. കാരണം കൺവീനിയൻസ് പോയിന്റ് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ താഴെയായിട്ട് ഗിഫ്റ്റ് കോഡ് പിൻ എന്ന് കാണും. അപ്പൊ ഇത് സെലക്ട് ചെയ്ത് ഇനി ബുക്ക് മൈ ഷോയുടെ സൈറ്റിൽ പോയിട്ട് നമ്മളത് അപ്ലൈ ചെയ്താൽ മൈ ഷോ ആപ്പ് ഉണ്ടെങ്കിൽ ആപ്പിൽ ചെയ്യാം.
ആപ്പിൽ ബുക്ക് മൈ ഷോ ഓപ്പൺ ചെയ്യുക. മൊബൈലിലാണെങ്കിൽ മൊബൈൽ ഓപ്പൺ ചെയ്യുക, ആണെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. സിറ്റി ട്രിവാൻഡ്രം ആപ്പിലാണ് കൂടുതൽ എളുപ്പം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൽ നമുക്ക് സിനിമയെ സെലക്ട് ചെയ്യാം. മൈക്കിൾ ജാക്സൺ ആ ഒരു സിനിമയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യും. ടിക്കറ്റ് ഒന്ന് നോക്കാം. അതിൽ 2D ഉണ്ട്, 4DX ഉണ്ട്, IMAX ഒക്കെ ഉണ്ട്. 4DX ഡേറ്റ ആണ്, ഹാളിലാണ് 20-നുള്ള ഷോയാണ് കൊടുക്കാൻ പോകുന്നത്. അത് സെലക്ട് പേരാണ്. അതിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഓക്കെ ഓപ്ഷൻ എടുക്കും. ടിക്കറ്റ് 500 രൂപയാണ്. 1000 അപ്പോൾ അതിന്റെ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ ആകുമ്പോൾ ഇതൊന്നും ചോദിക്കില്ല, കാരണം ആൾറെഡി നമ്മൾ രജിസ്റ്റേർഡ് ആയതുകൊണ്ട്. സക്സസ് ആയിട്ട് gmail.com മൊബൈൽ നമ്പർ 9544. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഇവിടെ .com അപ്പൊ അവിടെ പേയ്മെന്റ് ഓഫ് പേജിലേക്ക് എത്തി. പേയ്മെന്റ് ബൈ എനി UPI അക്കൗണ്ട്, ഡെബിറ്റ് കാർഡ്. ഇപ്പൊ നമ്മളിവിടെ ഗിഫ്റ്റ് വൗച്ചറാണ് അപ്ലൈ പോകുന്നത്. അതുകൊണ്ട് അതിൽ ഗിഫ്റ്റ് വൗച്ചർ TV കോഡ് കൊടുക്കും. വൗച്ചറിന്റെ കോഡ് നമ്മൾ കോപ്പി എടുക്കണം. അവിടെ ഇവിടെ നമ്മൾ ഇത്രയും ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ മതി, പേയ്മെന്റ് ആവും. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് കൂടി പറയാം. ഇവിടെ ഇല്ലേ 1000 രൂപ ടിക്കറ്റ് 40 രൂപ 60 പൈസയാണ് മൈ ഷോക്കാര് അഡീഷണൽ മേടിക്കും. അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. എന്നാൽ GGയിൽ ആ കൺവീനിയൻസ് ചാർജ് എന്ന് പറയുന്നത് ഇപ്പോഴെന്താക്കി മാറ്റി പേ ചെയ്യാൻ പറ്റും. 70 രൂപ നേരത്തെ കുറച്ച്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, GG നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. കൺവീനിയൻസ് ചാർജ് ആയിട്ട് വരുന്ന പൈസ ക്രമേണ നമുക്ക് അടുത്ത സർവീസിലോ പ്രോഡക്റ്റിലോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതി മാറും. പക്ഷെ മറ്റുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ കൺവീനിയൻസ് ചാർജ് അവരൊരിക്കലും നമുക്ക് തിരിച്ചു തരാറ്. GG വഴി ചെയ്യുന്നത് കൊണ്ട് ഈ തുക മുഴുവനും നമുക്ക് ക്രമേണ കിട്ടും. അവിടെ പേനാവ് കൊടുത്തു, വൗച്ചർ കോപ്പി കൊടുത്തു, പേനാവ് കൊടുത്തു, അത് റെഡിയുമായി. വൗച്ചർ സക്സസ്ഫുള്ളി ചെയ്യും. ഇനി ബാലൻസ് എമൗണ്ട് കൂടി നമുക്ക് അടച്ചാൽ മതിയാവും. അപ്പൊ അതിനു വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റിൽ എടുത്തു അത് 70 രൂപ ഡിസ്കൗണ്ടോട് കൂടി കിട്ടി.
എന്നാൽ ഇവിടെ ഒരു 141 രൂപ ബുക്ക് മൈ ഷോക്കാർക്ക് നമ്മൾ കൺവീനിയൻസ് ചാർജ് കൊടുക്കണം. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു പേയ്മെന്റ് എടുക്കാം. അപ്പം UPI ഐഡി തന്നെ സ്കാൻ QR കോഡ്. ഏത് ഓപ്ഷൻ വഴി വേണമെങ്കിലും നമുക്ക് ബാലൻസ് ഒക്കെ അടയ്ക്കാം. അപ്പൊ അത് ഗൂഗിൾ പേ വഴി പേ ചെയ്തു. വെയിറ്റ് ചെയ്യുക, എല്ലാം ക്ഷമയോടുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ടിക്കറ്റ് ആയിട്ട് ഇന്ന് 20-നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ GG വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പ്രോസസ്സിംഗ്. അപ്പൊ വലിയ പ്രയാസമൊന്നുമില്ല. നമ്മുടെ GG ആപ്പിൽ നിന്ന് വൗച്ചർ എടുക്കുക, വൗച്ചറിന്റെ പിൻ നമ്പർ കോപ്പി എടുത്ത് വയ്ക്കുക, എന്നിട്ട് ബാക്കിയെല്ലാം ചെയ്യേണ്ടത് ചോദിക്കും. ആ ബുക്ക് മൈ ഷോയിലുള്ള പ്രൊസീജിയർ എല്ലാം അതുപോലെ അങ്ങ് ചെയ്താണ്. GG വഴി വൗച്ചർ എടുക്കുക എന്നുള്ള സ്റ്റെപ്പ് മാത്രമേ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഈ ടിക്കറ്റിന്റെ പൈസ ക്രമേണ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ ബുക്ക് മൈ ഷോയിൽ എക്സ്ട്രാ ആയ 141 രൂപ പൈസ നമുക്കില്ല. ഇത് അവരുടെ കൺവീനിയൻസ് ചാർജ്. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് കരുതുന്നു. താങ്ക് യു ആൾ.